എപ്പിറ്റം ഓഫ് മിനിസ്ട്രി. യോഹന്നാൻ 19:30 നിവർത്തിയായി. ദൈവത്തിന് നമ്മെ എല്ലാവരെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കുകയാവണം നമ്മുടെ ലക്ഷ്യം. മരിക്കുവാൻ വേണ്ടി ജനിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. തൻ്റെ ജീവിത ലക്ഷ്യം ലോകത്തിൻ്റെ പാപം ചുമന്ന് ദൈവകോപത്തിനിരയായി മരിക്കുക എന്നതായിരുന്നു. തൻ്റെ മരണത്താൽ നമ്മുടെ നിത്യമരണം യേശു നീക്കിക്കളഞ്ഞു. രക്തം ചൊരിയാതെ വീണ്ടെടുപ്പ് സാധ്യമാകാത്ത അവസ്ഥയിൽ യേശു തൻ്റെ അവസാനത്തുള്ളി രക്തവും നമുക്കായി ഊറ്റിത്തന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഉച്ചകോടിയിൽ അവൻ ഉദ്ധരിക്കുന്ന മൊഴിയാണ് നിവർത്തിയായി. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? ഇത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഓരോ മനുഷ്യരെക്കുറിച്ചും ദൈവം നടത്തിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കണ്ണാകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം കാണുന്നത് പോലെ നാം കാണുമോ? ദൈവകരമാകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മരണസമയത്ത് നിവർത്തിയായി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ആദ്യം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വ്യക്തമായ പദ്ധതിയും ശുശ്രൂഷയും ദൈവത്തോട് തന്നെ ചോദിച്ച് അറിയണം. ഓരോ ദിവസവും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ നാം സജ്ജരാവണം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതവും തിരുവെഴുത്തും നിവർത്തിയായതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രസാദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഹിതം നിവർത്തിക്കുവാൻ ഇന്ന് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ആമേൻ.